ബഹുമാന്യരായിട്ടുള്ള രാജശേഖരൻ സാർ, പഠിച്ച കള്ളന്മാർ ചെയ്യുന്ന ഒരു പ്രയോഗമുണ്ട്. അവർ മോഷ്ടിച്ചിട്ട് അത് കണ്ടുപിടിക്കപ്പെട്ട് പിന്നാലെ ആൾക്കാർ കൂടും, ഇയാൾ തന്നെ സ്വയം കള്ളൻ കള്ളൻ എന്നും പറഞ്ഞു കൂടാറ്. ഒരു അദൃശ്യനായ കള്ളന് പിന്നാലെ പായുകയാണെന്നുള്ള മട്ടിൽ എല്ലാവരും ഇത് വിശ്വസിക്കും. അതുപോലെയാണ് നമ്മുടെ വർഗീയതയുടെ കാര്യത്തിൽ. വർഗീയത മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യാനുള്ള സമയമില്ല. പക്ഷേ അതിലെ സ്പെസിഫിക് ആയിട്ട് ഈ ലവ് ജിഹാദ് എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ബഹളമാണ്. ഒരു ഡെനിയൽ മോഡ് അങ്ങ് ശക്തി പ്രാപിക്കുക. പല കാര്യങ്ങളിലും ഇതുപോലെയാണ് ഡെനിയൽ മോഡ്. ആ ഡെനിയൽ മോഡിലേക്ക് വളരെ സമ്മർദ്ദം വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുസ്ലിം ലീഗ് ഏറെക്കാലം വിദ്യാഭ്യാസം ഉപയോഗിച്ചു, അതിൻ്റെ ഫലമായിട്ട് ഏറെക്കാലം ഒരുപാട് എയ്ഡഡ് സ്കൂളുകൾ അവർക്ക് കിട്ടും. അതിൻ്റെ ഗുണം എന്താ? അധ്യാപകർക്കും മറ്റുള്ള ജീവനക്കാർക്കും ശമ്പളമല്ല ഗവൺമെൻറ് കൊടുത്തോളും, ഇവർക്ക് അവരുടെ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിച്ച് സുഖമായിട്ട് നടത്താം, പെൻഷൻ വരെ കിട്ടും അധ്യാപകർക്ക്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, അവർക്ക് ഒരുപാട് കിട്ടിയത്. അപ്പോൾ ഉടനെ വർഗീയത, ഭയങ്കര വർഗീയത, ആളിക്കത്തി. അതിൻ്റെ CPM വരെ പ്രതിഷേധിച്ചു. അങ്ങനെ ഇപ്പോൾ ലവ് ജിഹാദ് എന്നൊരു കാര്യം. അതേസമയം മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോഴും, SDPI പിന്തുണ വേണമെന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പറയുമ്പോഴും, അതുപോലെ തന്നെ കാസർകോട്ട് അവിടെ UDFന് സീറ്റ് അവർക്ക് വോട്ട് മറിച്ചു കൊടുക്കുമ്പോഴും, നേരെ തിരിച്ച് കേരളത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിൽ LDFന് വോട്ട് കൊടുക്കുകയും ചെയ്യുന്ന ജനാധിപത്യത്തെ കൊലയ്ക്ക് കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം വർഗീയമായിട്ട് ചെല്ലുമ്പോൾ അതിനെ വർഗീയതയായിട്ട് കാണാൻ ഒരു ബുദ്ധിജീവിയും കേരളത്തിൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വട്ടിയൂർക്കാവിലെ പാവപ്പെട്ട, ഇപ്പോൾ നേരത്തെ DGP ആയിരുന്നപ്പോഴും പാവപ്പെട്ട ആ സ്ത്രീയായ സ്ഥാനാർത്ഥി ലവ് ജിഹാദൊന്നും പറഞ്ഞുപോയി. പാലാ ബിഷപ്പും അതുപോലെ തന്നെ മുൻ DGP ആയിട്ടുള്ള സെൻകുമാറും എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ആ പേര്, അങ്ങനെ ഒരു പുതിയ നാമം, അതൊരു ടെർമിനോളജി വന്നു എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അപ്പം സാറ് രാജശേഖരൻ സാർ ആത്മാർത്ഥമായി എന്താണ് ലവ് ജിഹാദ് എന്നൊന്നും നിർവചിക്കണം. നിർവചനമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കേരളത്തിലെങ്ങും ഇല്ല എന്നുള്ളൊരു ഡിനയൽ മോഡ്. അതിനെ ശരിക്കൊന്ന് നിർവചിക്കണം. ആ ഡിനയൽ മോഡും ഡിനയലിൽ ഉപയോഗിക്കുന്ന വാദങ്ങളും ആശയഗതികളും ഒക്കെ പറയുന്നതിനപ്പുറം അങ്ങ് ആദ്യം ഉയർത്തിയ ഉത്തരം പറയട്ടെ. വർഗീയത എന്നുള്ള വിഷയം ഞാൻ ഒരു വാചകത്തിൽ പറയുക, ഭാരതത്തിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് വർഗീയപരമായ ചേരിതിരിവും രാഷ്ട്രീയ മത്സരങ്ങളും ഉണ്ടെങ്കിൽ അതിനെല്ലാം കണക്കിലെടുത്താലും ഏറ്റവും വലിയ വർഗീയതയുടെ രാഷ്ട്രീയം കളിക്കുന്ന നാട് കേരളമാണ്. 1957 മുതൽ കേരളം ഉണ്ടായ കാലം മുതൽ ക്രിസ്ത്യൻ പള്ളികളിൽ ഇറങ്ങുന്ന ഇടയലേഖനങ്ങളും വെള്ളിയാഴ്ചത്തെ പള്ളിയിലെ ആൾക്കൂട്ടങ്ങളിലുമൊക്കെ നടത്തുന്ന പ്രഭാഷണങ്ങളുമൊക്കെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം നിയന്ത്രിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ വർഗീയത എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു വിരുദ്ധ വർഗീയതയാണ്. ഹിന്ദുവിനെ അരികവൽക്കരിക്കുക, ഹിന്ദുവിനെ അവഗണിക്കുക, ഹിന്ദുവിനെ അവഹേളിക്കുക, ഈ അജണ്ടയുമായിട്ട് വർഗീയ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് രണ്ട് മുന്നണികളും, ഇടതു വർഗീയ മുന്നണിയും വലതു വർഗീയ മുന്നണിയും, അവരോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ വേണ്ടി മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇത് തന്നെയാണ് ഈ ലവ് ജിഹാദ് വിഷയത്തിലും വരുന്നത്. പ്രണയിക്കുന്നവർ തെറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ഒരുപക്ഷെ പ്രണയിച്ചിട്ടുള്ളവരാവാം. ആ പ്രണയം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് രണ്ട് വ്യക്തികൾ പ്രണയമാകുന്നുണ്ടെങ്കിൽ, യുവാവും യുവതി പ്രണയമാകുന്നുണ്ടെങ്കിൽ അതിനാർക്കും ഒരു പരാതിയുമില്ല, പരിഭവമില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. കാരണം അവരുടെ ജീവിതത്തിൽ നാളെ പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റിന് അത് വഴിയൊരുക്കും. ഏറ്റവും ഉദാത്തമായ സങ്കല്പമാണ് പ്രണയം. പക്ഷെ പ്രണയത്തെ ആയുധമാക്കി ഉപയോഗിക്കുമ്പം, തൻ്റെ മതത്തിലേക്ക് ആളെ കൂട്ടുന്നതിനുള്ള ആയുധമാക്കി ഉപയോഗിക്കുമ്പം അതിന് പ്രതികരിക്കേണ്ടി വരും, പ്രതിരോധിക്കേണ്ടി വരും. ഇന്ന് കണ്ടില്ലേ ആസാമിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പം ഞങ്ങൾ ലവ് ജിഹാദിനും ലാൻഡ് ജിഹാദിനും എതിരായ കൃത്യമായ
നടപടിയായി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാരതത്തിന്റെ എല്ലാ വിവിധ രാജ്യങ്ങളിലും ഈ സംഭവം ഒരു യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊണ്ടിട്ട് പോകുമ്പം അതിന് ഇല്ല എന്ന് പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒരു ഭാഗമായി ഇന്ന് നമ്മുടെ വൃന്ദാക്കാരിട്ട് ഒരു പ്രസ്താവന ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. കേരളത്തിൽ മതത്തെയും രാഷ്ട്രീയത്തെയും തമ്മിൽ വേർപെടുത്തിയത് ഇടതുപക്ഷമാണെന്ന്. ഇവർക്ക് കേവലം ആ പ്രകാശ് കാരറ്റിന്റെ ഭാര്യയായതിന്റെ പേര് മാത്രം പോളിറ്റ് ബ്യൂറോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ കയറിയ വൃന്ദാക്കാരറ്റിന് ചരിത്രബോധമില്ല, ഭാരതത്തിന്റെ രാഷ്ട്രീയം അറിയില്ല, കേരളത്തിന്റെ രാഷ്ട്രീയം അറിയില്ല. അല്ലെങ്കിൽ മലപ്പുറത്ത് ജില്ല കൊടുത്ത മുസ്ലിം ലീഗിനെ ആദ്യമായി മന്ത്രിയാക്കിയ കേരള കോൺഗ്രസുകാരനെ കൂട്ടുപിടിച്ച EMS തൊട്ട്, അതുപോലെ ഇന്ന് തന്റെ മുന്നണിക്കകത്ത് ക്രിസ്ത്യൻ വർഗീയ പാർട്ടികളായ INL-നെയും കേരള കോൺഗ്രസിനെയും മുസ്ലിം വർഗീയ പാർട്ടി INL-നെയും സിമിയുടെ നേതാവായിരുന്ന KT ജലീലിനെയും കൂടെ നിർത്തുന്നയാള് അയാളുടെ പ്രസ്ഥാനം വർഗീയതയുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം ഇല്ലാതാക്കിയെന്ന് പറഞ്ഞാൽ BJP-ക്കാണ് വർഗീയത എന്ന് പറയുന്നത്. അത് കാണുകയാണ്. എന്തായാലും അങ്ങ് പറഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ട് വരാൻ പോകുന്നത് ലവ് ജിഹാദിലേക്ക് തന്നെയാണ്. ആ വൈക്കത്തെ സഖാവ് അശോകന്റെ മകള് അഖില, അതുപോലെ അടുത്ത കാലത്ത് രോഗഗ്രസ്തയായ ഒരു കണ്ണൂര് ഒരു സഖാവിന്റെ, ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവിന്റെ മകള്, ആ മകളെ പോലും ലവ് ജിഹാദിന്റെ വലയത്തിൽപ്പെടുത്തി ചതിക്കാൻ ശ്രമിച്ച ചരിത്രം സ്വന്തം സഖാക്കളുടെ കുടുംബത്തിൽ പോലും പെറ്റു വളർത്തിയ അമ്മമാരും നോക്കി വളർത്തിയ അച്ഛന്മാരും വാവിട്ട് നിലവിളിക്കുമ്പം അവർക്ക് നഷ്ടപ്പെട്ടത് മോളെ വേറൊരുത്തും വിവാഹം കഴിച്ചുകൊണ്ടല്ല, ലവ് ജിഹാദിൽ ട്രാപ്പ് ചെയ്തിട്ട് കൈമാറി പോവുകയാണ്. യഥാർത്ഥത്തിൽ പണ്ടൊക്കെ കേട്ടുള്ളത് പോലെ ഇവിടുന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് ബോംബെയിലും മറ്റും ചുവന്ന തെരുവുകളിലേക്ക് കൊണ്ട് കൈമാറുന്നത് പോലെ. അതിലും കുഴപ്പം ഭീകര സംഘടനകളുടെ പരിശീലന കേന്ദ്രങ്ങളിലേക്ക് കൈമാറുന്നു. രാജ്യദ്രോഹപരമായിട്ടുള്ള ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ട് ലവ് ജിഹാദ് ഇല്ലെന്ന് ആരെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ അത് വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയും കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന്റെ അധിപയായിരുന്ന, നേരിട്ട് കാര്യങ്ങൾ പരിചയമുള്ള ആ മഹത് വ്യക്തി, ആ മകളെയും, അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന സെൻകുമാർ സാറിനെ പോലുള്ള ആളുകൾ, എന്തിന് VS അച്യുതാനന്ദനും പറഞ്ഞിട്ടുള്ളതാണ്, ഉമ്മൻചാണ്ടിയും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വിഷയം ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന പോലെ ഇല്ലാതാക്കാൻ പോയി കഴിയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഇടപെട്ടുകൊണ്ട് പറയും, സാർ ക്ഷമിക്കണം. അതായത് നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജെൻസി എന്ന് പറയുന്നത് ചരിത്രത്തിലേക്കൊന്നും നോക്കുന്നില്ല, എല്ലാവരും ഇൻ്റർനെറ്റ് വഴിയുള്ള കാര്യങ്ങൾ. അവർക്ക് വലിയ ആഴമൊന്നുമില്ല, അവരെ കളിപ്പിക്കാൻ എളുപ്പമാണ്. ഇവിടെ നടക്കുന്നത് ചങ്ങാത്തത്തിൻ്റെ പേരിൽ കൂടെ കൂടുക. ഞാൻ നാട്ടിൻ പുറത്തുള്ള സംസാരം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്, ഈ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അവർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ജ്യൂസിൽ മയക്കുമരുന്ന് ഇട്ട് കൊടുക്കുക. അതോടുകൂടി അവൾക്ക് പ്രണയമായി, അവളെ അങ്ങ് മയങ്ങി പോവുക അവൻ്റെ മുമ്പിൽ. ആ രീതിയിൽ അവളെ കൊണ്ടുപോകാം, കുഴപ്പമില്ല, അവർ പ്രേമിച്ചോട്ടെ, കല്യാണം കഴിച്ചോട്ടെ, വിവാഹം. പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടിയെ ആദ്യം മതം മാറ്റുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ മുഴുവൻ മതം മാറിയില്ലെങ്കിൽ അവരുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ലെന്ന് പറയുകയാണ്. അങ്ങനെ കംപ്ലീറ്റ് അവരുടെ പൂർവാശ്രമം എന്ന് പറയുന്നത് ഇല്ലാതാക്കി മറ്റൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, സാധാരണ വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ ബന്ധമാണ്, അതെ, ഒരു കുടുംബത്തെ ഇല്ലാതാക്കുക. സോഷ്യൽ ഡിസാസ്റ്റർ ആണത്. വലിയൊരു സോഷ്യൽ ഡിസാസ്റ്ററിലേക്ക് നയിക്കുന്നതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോലീസുകാർ കേസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ നീതിന്യായ വകുപ്പ് അല്ല, ഇന്ത്യൻ നീതിന്യായ ശാസനം അല്ലേ, അതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു വകുപ്പ് അതിനകത്ത് കാണുന്നില്ല. ഒരാളെ പ്രേമിക്കുന്നതിന് ഇങ്ങനെ വകുപ്പെന്നാണ് അവർ കാണുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു വീക്ഷണവും ശരിയായിട്ടൊരു നിർവചനവും വെച്ചുകൊണ്ട് പോയെങ്കിലേ കേസുകളുടെ എണ്ണം കാണാൻ പറ്റും. 1000-ലധികം ഇങ്ങനെ ഇരകളുടെ പേരാണ് പാലാ ബിഷപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് തന്നെയാണല്ലോ കേരള സ്റ്റോറിയിലും വന്നത്. അതെ, അത് വന്നപ്പോൾ വലിയ പ്രശ്നം. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. കേരള സ്റ്റോറിയൊക്കെ അവിടെ നിൽക്കട്ടെ, സമയക്കുറവ് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് കേരള രാഷ്ട്രീയം, ഇടത് വലത് വർഗീയ മുന്നണികളോട് പൊരുതി വളരുന്ന ദേശീയപക്ഷം. ഇതൊരു ലേഖന സമാഹാരമാണ്. ഇതിൽ ഞാൻ
ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് 180 പേജില്. ഉം. ആറന്മുളയിൽ കണ്ട കോവിഡ് പീഡനവും ഉം. മറ്റൊരു വഴിയിലുള്ള ലൗകികാതവും. ആംബുലൻസ് വെച്ച് നടന്ന സംഭവം അല്ലേ? ആ ഒരു കാര്യം കേരളം ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു സംഗതിയാണ്. അതിനകത്ത് സ്പഷ്ടമായിട്ടൊരു ലൗകികാതാങ്കൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ സംഭാഷണത്തിൽ ആ കാര്യം കൂടി പുറത്തോട്ട് വരട്ടെ. അതെ അതെ, ആംബുലൻസിൽ കാരണം ആ പാവപ്പെട്ട ദളിത പെൺകുട്ടിയെ ആംബുലൻസ് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച ആള്, അയാൾ യഥാർത്ഥത്തിൽ നേരത്തെ ഒരു ലൗകികാത് കേസിലെ പ്രതിയാണ് ആയിരുന്നു. അങ്ങനെ ഒരാളിന് ആംബുലൻസിലെ ജോലി കൊടുത്ത് അതൊരു ക്രിമിനലാണ്. ലൗകികാത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതിന്റെ പേരിൽ അങ്ങേർക്കെതിരെ പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അയാൾക്കന്ന് 108 ആംബുലൻസില് അദ്ദേഹത്തിന് ജോലി കൊടുത്ത പണിക്ക് അവസരം കൊടുത്തത് ആ ഗവൺമെന്റും തന്നെയല്ല. ആ ലൗകികാതിന്റെ ആംഗിൾ അങ്ങൊന്ന് മനസ്സിലാക്കണം. ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ആംബുലൻസ് വെച്ച്, ആറന്മുളയ്ക്കും കോതടയ്ക്കും ഇടയ്ക്കുള്ള യാത്രക്കിടയ്ക്കാതെ. അപ്പൊ അങ്ങനെ ശ്രമിക്കുമ്പം അന്ന് ഇയാൾ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പീഡനം നടത്തുക, അവിടെ ചെല്ലുമ്പോൾ കോവിഡ് ആണെന്നും പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യുന്നുള്ള സാഹചര്യം വരും. കോവിഡ് ആണെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നാടകം ആരംഭിക്കാം. ഒരു ക്ഷമയൊക്കെ ചോദിച്ചിട്ട് ഇവളെ പിന്നെ നോക്കാൻ വേണ്ടി ഇവൻ തന്നെ പുറകെ നിൽക്കുക. അങ്ങനെ പുറകെ നിന്നിട്ട് അതൊരു ലൗകികാത ട്രാപ്പാക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുക. എന്നിട്ട് കുടുംബത്തെ മുഴുവൻ മതം മാറ്റുക. അങ്ങനെ വലിയൊരു ചതിക്കുഴിയാണ് ഇയാൾ പ്ലാൻ ചെയ്തത്. പക്ഷെ ആ ധീരയായ പെൺകുട്ടി ഇവന്റെ സംഭാഷണമൊക്കെ റെക്കോർഡ് ചെയ്യുകയും ഇവന്റെ കടന്നാക്രമണത്തെ പ്രതിരോധിക്കുകയും ചെയ്തപ്പം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ പോയി. പക്ഷെ കേരള സമൂഹം അതൊരു പാവപ്പെട്ട ദളിത പെൺകുട്ടി ആയതുകൊണ്ട് ചോദ്യം ചെയ്തില്ല. കേസ് വന്നു, കേസിൽ ശിക്ഷയായിട്ടുണ്ട് അയാൾക്ക് ആ കാര്യത്തിന്. ഏതാ ഈ ആംബുലൻസില് ഈ വേണ്ടാത്ത പണി കാണിക്കാൻ ശ്രമിച്ചതിനുള്ള കേസ് വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഈ ലൗകികാതിന്റെ ആംഗിള് കോടതിയിലോ ഞാനന്ന് വേറൊന്നും ഭയപ്പെട്ടിരുന്നു. കേസിലേക്ക് പോകുമ്പോഴ് ഈ കുട്ടിയെ, പാവപ്പെട്ട കുട്ടിയല്ലേ, എങ്ങനെയും സ്വാധീനം ചെയ്ത് കേസ് ഔട്ട് ഓഫ് ദി കോർട്ട് സെറ്റിൽമെന്റ് ആക്കുമെന്ന് പോലും സംശയിച്ചിരുന്നു. പക്ഷെ എന്റെ പിന്നീടുള്ള അന്വേഷണത്തില് അങ്ങനെയല്ല. ആദ്യത്തെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്, പിന്നെ അപ്പീൽ പോയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ ഏറ്റവും ക്രൂരമായ അറ്റംപ്റ്റ് ടു ലൗകികാതായിരുന്നു അത്. അതിനൊരു കെണിയൊരുക്കലായിരുന്നു അത്. ലൗകികാത് കേസില് പെട്ട ഒരാളാണ്, നേരത്തെ ഓർക്കണം. അവർക്കൊന്നും ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ലൗകികാത്. മാധവിക്കുട്ടിയെ ലൗകികാതിൽ പെട്ടിയ ആ മനുഷ്യൻ പോലും, ആ ദുഷ്ടനായ രാഷ്ട്രീയ നേതാവ് പോലും കോടികൾ വാങ്ങിയിട്ടാണ് ചെയ്തതെന്നാ പറഞ്ഞത്. ലൗകികാത് എന്ന് പറയുന്നത് ഒരു വഴിക്കൂടെ പണം വാരുന്നതിനുള്ള കൂലിക്ക് പ്രണയിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ലവിന്റെ പേര് പറഞ്ഞ് മതം മാറ്റിയെടുത്ത് മതത്തിലെ അംഗങ്ങളെ കൂട്ടുക, ആ ഒരു പരിപാടിയാണ് ലവ് ജിഹാദ് എന്ന് അറിയപ്പെടുന്നത്. മതവും പ്രണയവും തമ്മിൽ എന്താ ബന്ധം? ഏതായാലും അത് മതേതരത്വമാണെങ്കിൽ, നിങ്ങൾ മതനിരപേക്ഷനാണെങ്കിൽ മതം മാറ്റേണ്ട ആവശ്യമില്ല. അതല്ലാതെ നടക്കുന്ന മതം മാറ്റങ്ങൾ, സ്നേഹത്തിന്റെ പേരിൽ നടക്കുന്ന മതം മാറ്റങ്ങൾ ലവ് ജിഹാദ് എന്ന് നിർവചിച്ചു കഴിഞ്ഞാൽ ഇത്തരം കേസുകൾ ധാരാളം ഇന്ത്യയിലെമ്പാടുമുണ്ട്, കേരളത്തിലുണ്ട്. വട്ടിയൂർക്കാവിലെ ജനങ്ങളെങ്കിലും അത് മനസ്സിലാക്കിയിട്ടത് പറഞ്ഞത്. ഇതൊന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാലിളകിക്കൊണ്ട് നടക്കുന്നത് പ്രീണന തന്ത്രങ്ങളാണ്. ആ പ്രീണന തന്ത്രങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ശാപം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.